പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം. ഇപ്പോഴും ഓണാഘോഷങ്ങളെ പറ്റിയുള്ളൊരു വലിയ ചിന്തയും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. വൈദികരുണ്ട്, അതുപോലെ തന്നെ ആത്മായ സഹോദരങ്ങളുണ്ട്, നാനാജാതി മതസ്ഥരും അതിനെപ്പറ്റി പറയുന്നു. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓണം ക്രിസ്ത്യാനി ആഘോഷിക്കരുതെന്ന് പറയുന്നവരുണ്ട്, അത് ആഘോഷിക്കണമെന്ന് പറയുന്നവരുണ്ട്, പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറയുന്നവരുമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള മനുഷ്യരെയാണ് നമ്മൾ കാണും. എന്നാൽ എൻ്റെ അഭിപ്രായം കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. എൻ്റെ അഭിപ്രായം, ഇന്നിപ്പോൾ യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരും കൂടി ജീവിക്കുകയാണെങ്കിൽ, ഈ നാട്ടിൽ കേരളത്തിലാണ് ജീവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓണം വന്ന് അപ്പം വളരെ സന്തോഷമായി. നാട്ടിലെല്ലാവരും പൂക്കളൊക്കെ ഇങ്ങനെ കളവിടുന്നു. അതുപോലെ തന്നെ ഓണാഘോഷം, ഓണം ഊഞ്ഞാൽ, അങ്ങനെ പല ആഘോഷവും നടത്തുന്നു. കള്ളുകുടിയന്മാർ ഇതൊരു നല്ല അവസരമാക്കി ഓണത്തിന് കള്ളു കുടിക്കുന്നു. ഇങ്ങനെയൊക്കെ സർക്കാരിന് വലിയ ലാഭം ഉണ്ടാകുന്നൊരു കാര്യമായിട്ട് അത് മാറുന്നു. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ യേശുക്രിസ്തു ഇപ്പം ജീവിച്ചിരിക്കുകയാണെങ്കിൽ, 12 ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, അയൽവക്കക്കാരെങ്കിലും യേശുക്രിസ്തുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളുടെ ഓണമാണ്, അങ്ങൊന്ന് വന്നാൽ വലിയ സന്തോഷമായി. ഈശോ പോവുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഈശോ പോവുമോ? കൃത്യമായി ഈശോ പോകുന്നേ. ഈശോ പോകും. ഈശോയെ ഒരു VIP ആയിട്ട് അവർ വിളിച്ചു. ഈശോ അത് പോകും. അവിടെ ചെന്നാലോ, അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടും. ഈശോയെ മാത്രമേ വിളിച്ചുള്ളേലും ഈ 12 പേര് കൂടെ ഉള്ളവരെല്ലാം പോകും. അവസാനം അവിടെ സാധ്യ തികയാതെ വരുമ്പോൾ അവിടെ പ്രശ്നമാവും. പുള്ളി പണ്ട് കല്യാണ വീട്ടിൽ പോയി അത്ഭുതം കാണിച്ച മനുഷ്യനാണ്. അപ്പോൾ അത് പുള്ളി അവിടുത്തെ വിളമ്പലിൻ്റെ ഏതാണ്ട് ശിഷ്യന്മാരെല്ലാം ഉണ്ട് കഴിച്ച് നോക്കുമ്പോൾ, കാരണം വന്നവർക്ക് കൊടുത്തിട്ട് വേണമല്ലോ വീട്ടുകാർക്ക് കഴിക്കാൻ, നോക്കുമ്പം ആഹാരങ്ങളെല്ലാം കമ്മിയാണെന്ന് കാണുമ്പോൾ എന്താണ് എല്ലാവരും ഒരു മൂഡൗട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈശോ മിക്കവാറും അടുക്കളയിൽ കയറി കാണും. നോക്കുമ്പോൾ അവിടെ ആഹാരം കുറവാണ്. അത്രയുള്ള കാര്യം. അത് വിഷമിക്കൊന്നും വേണ്ടെന്ന്, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അവിടെ ഒരു അത്ഭുതം കൂടെ നടത്തി സന്തോഷം പങ്കുവച്ചിട്ട് ഈശോ തിരിച്ചു പോയി. സത്യം അതാണ്. വിജാതീയനായ ഒരാൾ വന്നിച്ച് പറയുന്നില്ലേ, എൻ്റെ വൃത്തിയിൽ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു തന്നെ, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. വേണ്ട, അങ്ങോട്ട് വരണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രിസ്തു ഈ കാലത്തെ ക്രിസ്ത്യാനി ഓണാഘോഷങ്ങൾ, ഓണത്തിന് വേണ്ടാത്ത കളിക്കൊന്നും പോകല്ലേ. ഓണത്തിന് വെള്ളം അടിക്കാൻ വിളിച്ചാൽ നിങ്ങൾ പോകല്ലേ. ഓണത്തിന് നിങ്ങളുടെ അയൽവക്കക്കാരെ നിങ്ങൾ ഉണ്ണാൻ വിളിച്ചാൽ, സ്നേഹം പങ്കുവെക്കാൻ വിളിച്ചാൽ, സന്തോഷം പങ്കുവെക്കാൻ വിളിച്ചാൽ കണിശമായിട്ടും പോകണം. കാരണം ഈ പറയുന്ന അച്ഛന്മാരും ഈ വിമർശകരാരും വരികയല്ല. നമ്മളൊന്ന് ഉരുണ്ട് വീണാൽ അയൽവക്കത്തെ വിജാതീയനായിരിക്കും ഓടി വരുന്നത്. അത് ജാതി മത വ്യത്യാസമൊന്നുമില്ല. എല്ലാ മനുഷ്യരും ഒരു അയൽവക്കത്തൊരു വിഷമം ഉണ്ടായാൽ, സങ്കടം ഉണ്ടായാൽ, ഒരു വീഴ്ച ഉണ്ടായാൽ ഓടി വരും. ആ ഓടി വരാനുള്ള ഒരേ ഒരു കാരണം, നമ്മളെല്ലാം ഒരേ സൃഷ്ടാവിൻ്റെ മക്കളായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അതിനെ എന്താണ് മാറ്റി നിർത്തുന്നത്? പിന്നെ വിവേകത്തോടെ ആയിരിക്കുക. നമുക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുക, കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിക്കുക, പങ്കുവെക്കാൻ പറ്റുന്ന സ്നേഹമൊക്കെ പങ്കുവെക്കുക വിവേകത്തോടെ. അങ്ങനെ ജീവിക്കുക. അതല്ലേ ഓണത്തിന് അയൽവക്കക്കാരോട് മിണ്ടത്തില്ല, അവരെല്ലാം മോശക്കാർ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാലോ എന്തൊരു കഷ്ടമാണ്. നമ്മളിലുള്ള നന്മ കൂടി ചോർന്നു പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ ഈ ഓണത്തെപ്പറ്റി ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊരു ഐതിഹ്യമാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക സത്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനെ ചേട്ടാ ദൈവിക സത്യം? മഹാബലി എന്നൊരു രാജാവ് നമുക്ക് ഭാവനയെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പോലും നല്ല കാര്യം. എന്നിട്ട് പുള്ളി പറഞ്ഞു, അടുത്ത ഡയലോഗ് ഇതാണ്, മഹാബലിയായൊരു ദൈവമുണ്ട്. അദ്ദേഹം അങ്ങനെ എടുത്തു പറയുകയാണ്, മഹാബലിയായൊരു ദൈവമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു,
അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അതാണ് യേശു ക്രിസ്തു. അവൻ മഹാബലിയായി തീർന്നു. മനുഷ്യവർഗത്തോടുള്ള സകല ജാതി മനുഷ്യർക്കും രക്ഷകനായി കടന്നു വന്ന് സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരിയിൽ മഹാബലിയായി തീർന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഓണാഘോഷത്തിൽ നിന്നും ഈ ഒരു ചിന്തയിലേക്ക്, മഹാബലി പാതാളത്തിലേക്ക് പോയി ആണ്ടിലൊരിക്കൽ കാണാൻ വരുന്നു എന്നതിനപ്പുറമായി മരിച്ചുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് ക്രിസ്തു നമ്മളെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ അവൻ്റെ രണ്ടാം വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാലമാണിത്. ആ ഒരു പ്രതീക്ഷയിലും പ്രത്യാശയിലും ജീവിക്കുക. ആ സന്ദേശം ഞാനിങ്ങനൊരു പാട്ടായിട്ട് എഴുതി. അതൊരു പരിശുദ്ധ കുർബാനയുടെ എൻട്രി സോങ് ആയിട്ട് ഒരച്ഛൻ സംഗീതം ചെയ്ത് റെഡിയാക്കി. അത് ലൂയി മരിയദാസ് എന്ന് പറയുന്ന അച്ഛൻ, അങ്ങേ തിരുമുറിവുകളിൽ എഴുതിയ അച്ഛൻ, അദ്ദേഹമാണത് സംഗീതം ചെയ്തത്. ആ പാട്ടിങ്ങനെയാണ്: മഹാബലിയായൊരു ദൈവപുത്ര, മഹോന്നത ദൈവത്തിൻ പുത്രനേശു, കാൽവരിക്കുന്നിൽ മരിച്ചുയർത്തു നീ എനിക്കായി ജീവിക്കുന്നു. അണയാം ബലിയർപ്പിക്കാം കൃപതൻ അൾത്താരയിൽ, അണയാം ബലിയർപ്പിക്കാം കൃപതൻ അൾത്താരയിൽ. അങ്ങനെ മനോഹരമായൊരു ഗാനം എഴുതാനുള്ള ഭാഗ്യം കൂടി ഓണമെന്ന ചിന്തയിലൂടെ എനിക്ക് കിട്ടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂട്യൂബിലുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ അത് അടിച്ചു നോക്കിയാൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ അയൽക്കാരോട് ചേർന്ന് കേരളത്തിലെ മുഴുവൻ ജനതയോടും ചേർന്ന് ഓണം ആഘോഷിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ സഹായിക്കട്ടെ. ആമീൻ. ഇത് കേട്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകൾ, വിമർശനങ്ങളാണെങ്കിലും കുഴപ്പമില്ല, ധൈര്യമായിട്ടിടുക. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ആമീൻ.